കോച്ചിങ്ങിലേക്ക് കടക്കുന്നവര് മനസ്സിലാക്കേണ്ട ഒരു പവർഫുൾ ട്രൂത്ത് ഉണ്ട്. കോച്ചിങ് എന്ന് പറയുന്നത് ആളുകളെ ഇൻസ്പയർ ചെയ്യുക മാത്രമല്ല, വി ആർ ഹോൾഡിങ് ഇമോഷൻസ്. ഒരു എത്തിക്സ് ഉണ്ട്, ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാരായിട്ട് നമ്മൾ മുന്നിൽ വരുന്നവരെ മാറ്റുകയാണ്. അതുപോലെ ഒരു ഇമോഷണൽ സേഫ്റ്റിയിലൂടെയാണ് അവരിലേക്ക് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നത്. പലരും കോച്ചിങ്ങിലേക്ക് വരുന്നത് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ കണ്ട്, അല്ലെങ്കിൽ ഇതിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രീഡം, മണി, ഒരു വിസിബിലിറ്റി, അല്ലെങ്കിൽ ഇത് തരുന്ന ഒരു ഹാപ്പിനെസ്, ഇങ്ങനെയൊക്കെ ആയിരിക്കാം കോച്ചിങ്ങിലേക്ക് കടന്നു വരുന്നത്. പക്ഷെ ബിഫോർ എൻറ്ററിങ് ഇൻ ടു ദിസ് ബിസിനസ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വൺ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. കോച്ചിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ട്. അതാണ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. ഒരു കോച്ച് എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണോന്നില്ല, പക്ഷെ ഇമോഷണൽ അവയർനെസ് നിർബന്ധമാണ്. ഏത് പ്രഷറായിട്ടുള്ള ഒരു സാഹചര്യം വന്നാലും ഒരു സ്റ്റേബിളായി നിൽക്കാൻ കഴിയുക, ഇമോഷണലി അവയർനെസ് ഉണ്ടാകുക. അതുപോലെ ക്ലയന്റ് പറയുന്ന കാര്യങ്ങൾ അത് റിയാക്ഷൻ മോഡിലല്ലാതെ, റിയാക്ട് ചെയ്യാതെ ലിസൺ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഒരു കോച്ചിനുണ്ടായിരിക്കണം. കോച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇമോഷണലി ഓവർവീംഡ് ആണെങ്കിൽ ഒരിക്കലും ക്ലയന്റിനെ സ്വാധീനിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ക്ലയന്റിനെ കേൾക്കാൻ പറ്റത്തില്ല. മാത്രമല്ല അവരുടെ ഇമോഷൻ ക്ലയന്റിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു കോച്ചിങ്ങിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ഹീലിംഗ് പ്രോസസ്സിന് അണ്ടർഗോ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് പറയുന്നത്. ഒരു വൂണ്ടഡ് ആയിട്ടുള്ള കോച്ചിന്, അല്ലെങ്കിൽ ഒരു ഹീൽ ചെയ്യാത്ത ഒരു കോച്ചിന് കോച്ചിങ് കൊടുക്കാൻ പറ്റില്ലെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പറ്റും. പക്ഷെ എന്നാലും ആ ഒരു കോച്ചിങ്, ഒരു വൂണ്ടഡ് മൈൻഡുള്ള അവരുടെ ഒരു കോച്ചിനെ സംബന്ധിച്ചോളം വൂണ്ടഡ് സെൽഫ് ഉണ്ടെങ്കിൽ അത് അവരുടെ കോച്ചിങ്ങിനെ ക്വാളിറ്റിയെ ബാധിക്കും. ഒരു അൺഹീൽഡ് പാറ്റേൺ ഹോൾഡ് ചെയ്യുന്ന ഒരു കോച്ച്, അല്ലെങ്കിൽ ഉള്ളിൽ കുറെ അധികം പെയിനും ഒക്കെ വെച്ചിട്ട് ഒരു കോച്ചിങ് ബിസിനസ്സിലേക്ക് വരുമ്പം ഈ താഴെ പറയുന്ന രീതിയിലേക്ക് അവരെ കോച്ചിങ് പാറ്റേൺ മാറാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് സേവിയർ കോച്ചിങ്, രണ്ട് ഈഗോ കോച്ചിങ്, അതല്ലെങ്കിൽ നമ്മൾ പറയുക ഓവർ അറ്റാച്ച്മെന്റ്, അതുമല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ടു സെറ്റ് ബൗണ്ടറീസ്, അതുപോലെ ഇൻഫീരിയർ അല്ലെങ്കിൽ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു കോച്ചിങ് പാറ്റേൺ അതിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഇമോഷണലി അവർക്ക് ബാലൻസ്ഡ് ആകാൻ പറ്റാതെ വരിക. ഇതെല്ലാം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്ത് എന്താണ് ഈ സേവിയർ കോച്ചിങ് എന്ന് ഞാൻ പറയാം. ഒരു ഹെൽത്തി കോച്ച് എപ്പോഴും ക്ലയന്റിനെ എംപവർ ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല, ഒരു ഹെൽത്തി കോച്ചിനെ സംബന്ധിച്ച്, ഹെൽത്തി മൈൻഡ് സെറ്റ് ഉള്ള ഒരു കോച്ചിനെ സംബന്ധിച്ചോളം നല്ലൊരു ലിസണർ ആയിരിക്കും. അവര് റിയാക്ഷന് പകരം കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്യുക, ലിസൺ ചെയ്തിട്ട് പ്രോ ആക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെന്റൽ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കും. വളരെ സ്ട്രോങ് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എവിടെയാണ് നമ്മൾ ക്ലയന്റും കോച്ചും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിർത്തേണ്ടതെന്ന് വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാവും, ധാരണ ഉണ്ടാവും. സൈക്കോളജി അറിഞ്ഞിരിക്കണം. സൈക്കോളജിയുടെ അഡ്വാൻസ് തിയറി അറിയണമെന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ ഒരു ഇമോഷൻ ലെവൽ ഏതാണ്, അതായത് അവർ ഫേസ് ചെയ്യുന്ന ഏതെങ്കിലും ലൂപ്പുകൾ ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ പാറ്റേൺസ് എന്താണ്, അവർ സ്റ്റക്കായി പോകേണ്ട കാരണങ്ങൾ എന്താണ്, അവരുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടെങ്കിൽ അത് എവിടെയാണ്, എപ്പോഴാണ്, ട്രോമ അവരെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് തരം ട്രോമ ആയിരിക്കും, എന്തായിരിക്കും അതിൻ്റെ റൂട്ട് കോസ് എന്താണ്, അല്ലെങ്കിൽ അത് ആ ഒരു ട്രോമ അവർ റിയലൈസ് ചെയ്യുന്നുണ്ടോ, ആ തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് അവര് ഒരു ബേസിക് സൈക്കോളജിയുടെ ബേസിക് കാര്യങ്ങളെങ്കിലും അറിയുന്ന ഒരാൾക്ക് മാത്രമേ നല്ല കോച്ചാകാൻ പറ്റുള്ളൂ. ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, അതൊരു ബിഹേവിയറൽ പാറ്റേൺ, ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു കോച്ചിങ് സപ്പോർട്ട് സിസ്റ്റം കോച്ചിന് കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇത് അറിയണമെങ്കിൽ അഡ്വാൻസ് സൈക്കോളജിയിലെ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ ഒരു നല്ല സപ്പോർട്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ, ഈ ഒരു ബേസിക് സൈക്കോളജി മനസ്സിലാക്കിയില്ലെങ്കിൽ കോച്ചിങ് എന്ന് പറയുന്നത് വെറും ഒരു മോട്ടിവേഷണൽ പ്രോഗ്രാമായി മാത്രം പോകും. അതുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിന് ബേസിക് ആൻഡ് അഡ്വാൻസ് കൗൺസിലിംഗ് വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് ഈ ലൈഫ് കോച്ചിങ് ഗ്രാജുവേറ്റ്സിനെ പുറത്തേക്ക് വിടുന്നത്. ഇത് നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ബൗണ്ടറി മാനേജ്മെന്റ്, അതായത് ഒരു സെഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ ഇമോഷണൽ ബൗണ്ടറീസ് എവിടെ ഇടണം, അതുപോലെ ഫിനാൻഷ്യൽ ബൗണ്ടറി എന്താണ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കമ്മ്യൂണിക്കേഷൻ ബൗണ്ടറി, അതുപോലെ റിലേഷൻഷിപ്പ് ബൗണ്ടറീസ്. ഈ ബൗണ്ടറി കൃത്യമായിട്ട് മനസ്സിലാക്കി കോച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ആ ബൗണ്ടറിക്ക് അകത്ത് നിന്നുകൊണ്ട് കോച്ചിങ് കൊടുക്കുമ്പോഴാണ് അവിടെ ഒരു പ്രൊഫഷണലിസം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ബൗണ്ടറി, നമുക്കിപ്പോ ക്ലയന്റിന് ഓവർ ഡിപ്പെൻഡൻസി ഉണ്ടാകാം, കൺഫ്യൂഷൻ ഉണ്ടാകാം, ബേൺ ഔട്ട് ഉണ്ടാകാം, ഈവൻ കോച്ചും ക്ലയന്റും ബേൺ ഔട്ട് ആയി പോകാം.
അപ്പൊ ഈ ഒരു ബൗണ്ടറി മാനേജ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെയാണ് ഒരു കോച്ച് ഈവൻ മോർ പ്രൊഫഷണലായി മാറുന്നത്. കോച്ചിങ്ങിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്റൻഷൻ. എന്തിന് ഞാനൊരു ലൈഫ് കോച്ച് ആകണം? അതിന് എൻ്റെ പേർപ്പസ് നിന്നാണോ ഞാനത് ആലോചിക്കുന്നത്, അതോ ഒരു സർവീസ് ആയിട്ട് ചെയ്യാനാണോ ഞാൻ ഉദ്ദേശിക്കുന്നത്, അതോ ആളുകളെ ട്രാൻസ്ഫോം ചെയ്യണം എന്നുള്ള ഡീപ്പസ്റ്റ് ഡിസയറിൽ നിന്നാണോ, അതോ നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആണ് ഇതിനകത്ത് കിട്ടുന്നത്, അല്ലെങ്കിൽ ലൈഫ് കുറച്ചുകൂടെ സന്തോഷം കിട്ടുന്നത് കൊണ്ടാണ്, എന്തുകൊണ്ടാണ് ഞാനൊരു കോച്ചായി മാറേണ്ടുന്നത്, എന്തുകൊണ്ട് എനിക്കൊരു കോച്ചാകണം എന്നുള്ളൊരു ഇന്റൻഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. വൈ ഈസ് ബിക്കം മോർ പവർഫുൾ. നമ്മൾ വൈ ഡു ഐ വാണ്ട് ടു ബിക്കം എ ലൈഫ് കോച്ച്, അതിന് കൃത്യമായ ഉത്തരം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ആ ഒരു പ്രൊഫഷനിൽ സക്സസ് ആകാൻ പറ്റുക. അപ്പോൾ ലൈഫ് കോച്ചിങ് പ്രൊഫഷനിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. വളരെ മനോഹരമായ, ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്നതും സന്തോഷം തരുന്നതും ഫുൾഫിൽമെന്റ് തരുന്നതുമായ ഒരു കരിയറാണ് ലൈഫ് കോച്ചിങ്.